നമ്മുടെ കയ്യിൽ കോഴിക്കോട് ഇവിടെ എത്തി ബീച്ചിലെത്തി നമ്മളത് ഫുൾ ഫാമിലി ഉണ്ട്. അപ്പം ഇപ്പം കുറച്ച് ലൈറ്റിൻ്റെ കുറവുണ്ട്, കാരണം നമ്മളത് എൻഡിലേക്ക് ആയതുകൊണ്ടാണ്. അങ്ങോട്ടേക്കാണ് ശരിക്കും ബീച്ച് വ്യൂ. സോ നമുക്ക് അങ്ങോട്ട് പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണാം. ഓക്കെ, ഇവിടെ ശരിക്കും ലൈറ്റ് ഇടണം. ശരിക്കും ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ കറക്റ്റ് അറിയാനുണ്ട്. ഗൈസ്, ചെറുതായിട്ട് പണി വാളിപ്പോയി. നമ്മൾ ഇവിടുന്ന് കഴിക്കാൻ വിചാരിച്ചതിന്, പക്ഷേ സിനിമാമനൊന്നും നല്ല മറ്റേ ഹെഡ് കോൺഷ്യസ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് മേടിച്ചു തന്നിട്ടില്ല. നമ്മൾ അടുത്ത സീനിലേക്ക് പോവാണ്. സ്റ്റാർബക്സ് ആണ്. സ്റ്റാർബക്സിൽ കയറാൻ മാത്രം നമ്മളായിട്ടില്ല, എന്നാലും ഒരു പ്രതീക്ഷകൾ ഉണ്ട്. ഇപ്പോൾ വരുമ്പോൾ മേടിച്ചു തന്നാലോ. ഇതാണ് ഗൈസ്, ഇതാണ് ഞാൻ ഉദ്ദേശിച്ച കോഴിക്കോട് ബീച്ച്. ലൈറ്റിങ് ഒരു രക്ഷയില്ല. ഇങ്ങോട്ട് എത്തുമ്പോഴാണ് കറക്റ്റ് ബീച്ചിൻ്റെ ആ ഫീല് കിട്ടുന്നത്. ഇപ്പം നല്ല സൗണ്ട് ഉണ്ട്. എത്രമാത്രം നിങ്ങൾക്ക് ഓഡിയോ കേൾക്കുന്നുണ്ട് പറയാൻ പറ്റില്ല. സോ യാ, ഒരാൾ അങ്ങോട്ട് പോകണം. എല്ലാവരും ഫോട്ടോജനിക് ഫേസ് ആയതുകൊണ്ട് എല്ലാവർക്കും ഫോട്ടോ എടുക്കാനുള്ള പരിപാടിയാണ്. പക്ഷേ ഈ 3D നല്ല അടിപൊളി സംഭവമായിട്ടുണ്ട്. എല്ലാവരും ഫോട്ടോ എടുക്കേണ്ട നല്ല തിരക്കിലാണ്. കിച്ചൂസ് എന്താ ഫോട്ടോ എടുക്കുന്നില്ല? കിച്ചു ഡോണ്ട് ലൈക്ക് ഇറ്റ് ഫോട്ടോസ്. ഈസ് ഓൺലി ലൈക്ക് ഗെയിമിങ്. എന്താ പഠിക്കുന്നത്? പടകാണോ? പടക്കം മേടിച്ചിട്ട് പടക്കം പൊട്ടിക്കാൻ പോവാണ്. ഇന്ന് കോഴിക്കോട് ബീച്ച് എല്ലാം കൂടി നമ്മൾ വിഷുക്കണിയാക്കും. പേടിപ്പിക്ക് വേണ്ടി അറിയാൻ പോവാ. ബീച്ച് ലൈവിനാണ് ഗൈസ്. ബീച്ച് ഫുള്ള് ലൈവാണ്. നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. തിങ്കളാഴ്ചയാണ് നമ്മുടെ കോഴിക്കോട്. സോ കിച്ചു പോസ്റ്റിങ്ങിന് വേണ്ടി പോയിട്ടുണ്ട്. ഇതാ സ്വാതി വന്നു. അതേതാ ഫ്രെയിമിൽ പോസ് വന്നു. ഇതാണ് ഇപ്പം അതൊന്ന് മേടിക്കേണ്ടി വരും. ദിസ് ഈസ് ബിസിനസ് അല്ലേ? ദിസ് ഈസ് ബിസിനസ്. ഓക്കെ, ഷീ ഈസ് ഹാപ്പി നൗ. ഇവർക്ക് ഫോട്ടോ എടുത്ത് മതിയായില്ലേ ഗൈസ്?
വേറൊന്നും പറയും കുറച്ച് കഴിഞ്ഞിട്ട് അത് 10 രൂപ മതി. ഇതിനെന്താ പ്രശ്നം? എടുക്കാൻ പറ്റില്ല. ഇതിനെന്താ പ്രശ്നം? ഇതിനെന്താ പ്രശ്നം? അങ്ങനെ ന്യൂയോർക്കാ ആ നെസ്റ്റോ. അതെ, നമ്മളിപ്പം ന്യൂയോർക്ക് മൂടായിട്ട് കാലിക്കറ്റ് ബീച്ചിലാണ്. ഇവിടുത്തെ ട്രെൻഡിങ് സെക്ടറാണ്. അങ്ങനെ ഇവിടെ അത്യാവശ്യം നല്ലൊരു വൈബില്ല, അടിപൊളി വൈബാണ്. എവിടെ പോണേ? കോപ്പർ കിച്ചൺ. ആ, കണ്ടിട്ട് ഒരു പ്രീമിയം ലുക്കൊക്കെ ഉണ്ട്. എന്നാൽ പിന്നെ ഇവിടെ പോയിട്ട് എക്സ്പ്ലോർ ചെയ്താലോ ഗൈസ്? ഓക്കെ, ഐഫിൾ ടവർ അപ്പുറത്താണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത്. കിച്ചണാണ്. അപ്പോൾ ഇവിടുത്തെ ഫുഡും കാര്യങ്ങളും എങ്ങനെയാണെന്ന് എക്സ്പ്ലോർ ചെയ്താൽ. ഇവർക്ക് ഈ കോഴിക്കോട് കാണുമ്പോൾ ഫുള്ള് ഫോട്ടോ എടുക്കല ഇഷ്ടമാണ്. പിന്നെ ഇപ്പോൾ പുറത്തുനിന്ന് വന്ന ആൾക്കാർക്ക് പിന്നെ അങ്ങനെയാണല്ലോ. ഭയങ്കര ഡാർക്കാ. ശരിയാ, ഭയങ്കര ഡാർക്കാ. ഗൈസ്, ആദ്യം നമ്മളെ ഈ ഫുൾ സെറ്റപ്പ് ഉണ്ടായതാ അവിടെ ആ ഏരിയയിലാണ് ഉണ്ടായത്. ഇത് കുറച്ചും കൂടി ഇപ്പോൾ ഇറക്കി. ഇതെന്തായാലും നൈസ് വൈബ് ഏരിയ. എല്ലാം ഇറക്കിക്കൊണ്ട് ബീച്ചിലേക്കും കൂടി ഇറങ്ങിയപ്പം ഇത് വല്ലാത്തൊരു കാഴ്ച കഴിച്ചത്. ഫുൾ ടീം അവരത് ഇറക്കിക്കൊണ്ടിരിക്കുന്നു. അവർ പോകുന്നു. ഐശ്വര്യ കഴിച്ചല്ലോ, നല്ല പാക്കറ്റിൽ ഹോട്ട് ചോക്ലേറ്റ് കഴിച്ചല്ലോ. ഹോട്ട് ചോക്ലേറ്റ് ചൂസ് വെക്കാം. പിന്നെ നമുക്കൊരു ഹോട്ട് ചോക്ലേറ്റ് മേടിച്ചല്ലോ. ചോദിച്ചല്ലോ ഹോട്ട് ചോക്ലേറ്റ് നീ കൊടുക്കുമോ? എത്ര ഉണ്ടാവും നോക്കിയാലോ? ബാഹുബലിന്റെ സെക്കൻഡ് പാർട്ട്. ബാഹുബലി സെക്കൻഡ് പാർട്ട്. ₹100 പറയുന്ന 100 rupees ഓൺലി ഫോർ വൺ റൈഡ്. ചെയ്യണമെന്നുണ്ട്, പക്ഷേ ഈ രാത്രി എത്രത്തോളം ഈസിയാണ്. പക്ഷെ ലാഭമുണ്ട്. ഒരാൾക്ക് 100 വരുന്നുള്ളൂ. അവർ ചോദിക്കാൻ പോകുന്നുണ്ട്. മിക്കവാറും ഇപ്പം എന്തെങ്കിലുമൊക്കെ നടക്കും. യാത്ര ആയതുകൊണ്ട് അധികം ക്ലാരിറ്റി പ്രതീക്ഷിക്കരുത് ഗൈസ്. ഇത് സംഭവം എന്താ? വീണ? ആര് വീണ്? വീണ് ഇവള് വീണ്. ആ, ഇതിൽ കയറണുണ്ട് ഗൈസ്. പക്ഷെ നല്ല ആഗ്രഹമുണ്ട് കാരണം. പക്ഷെ ഒരാൾക്ക് 100 രൂപ ഉള്ളൂ. അത് അഫോർഡബിൾ ആണ്. പക്ഷെ എന്താ പ്രശ്നം വെച്ചാൽ ഈ നാട്ടുകാർ മൊത്തം ഇതിൻ്റെ നോക്കും. അതാണ് കാരണം. ഒരു കുതിര പോകുമ്പോൾ തന്നെ ഓഫ്കോഴ്സ് നമ്മൾ നോക്കും. അതിൻ്റെ മേലെ കൂടി ഞാൻ കൂടി കയറുമ്പോൾ നല്ല ഷോ ആയിരിക്കും. അടുത്ത ട്രോളിന് എങ്ങോട്ട് പോകണ്ട. ആ, മേടിച്ചോ. ഐശ്വര്യ ഒന്ന് മേടിക്കുകയാണ്. മേടിച്ചോ. ഏതാ വേണ്ടേ? ഒന്ന് വെച്ചോ. ഐശ്വര്യ കക്കിരി മേടിച്ചിരിക്കുന്നു.
ആശുവിൻ്റെ സ്വന്തം പൈസ കൊണ്ട് മേടിച്ചിരിക്കുന്നു. അതിന് വലിയൊരു കാര്യമാണ്. ഐശ്വര്യ മേടിക്കാനില്ലേ ആഗ്രഹമുണ്ട് ഗൈസ്, പക്ഷെ മാമ സമ്മതിക്കില്ല. ഹൈജീൻ പ്രോബ്ലമാണ്. നമുക്കൊക്കെ എന്താ ഹൈജീൻ ഗൈസ്. കഴിച്ച് ഒന്ന് മേടിച്ചിട്ട് എല്ലാവർക്കും അതാകുമ്പോൾ പ്രശ്നമില്ലല്ലോ. കിച്ചൂസ് ആണ്, കിച്ചൂസ് ഫുൾ ഹൈജീൻ ടീംസാണ്. നമ്മൾ ഐശ്വര്യ കഴിക്കണം ഗൈസ്. അതിനെ കുറച്ച് വിടണേ. ഓക്കെ നൈസ്. ഓൺലി 30 റുപ്പീസ്. മധുരം എന്നാ എടുത്തോ. ഞാൻ ഒന്ന് ഇളക്കേണ്ടി വരും. ആന്തത് മത എടുക്കണ്ട. സിംഗാമ സീനാണ്. പക്ഷേ ഇല്ല, അടുത്ത പ്രാവശ്യം മൂപ്പരാളെ ഇല്ല ഗൈസ്. അടുത്ത നമുക്ക് ഇതിന്റെ പകരം നമുക്ക് വാനില. അത് പിടി, ഇത് എടുക്കട്ടെ. ഇപ്പൊ കൂടി ഞാൻ അയച്ചുതരാം. വീഡിയോ കട്ടാവും. ഇങ്ങനെ ഐശ്വര്യ കഴിക്കാണ്ട് ഫസ്റ്റ് ബൈറ്റ് എങ്ങനെയുണ്ട്? This is not acting guys. Acting. Really good. For 100 rupees only. ഒന്ന് നോക്കട്ടെ, എങ്ങോട്ട് നോക്കട്ടെ. കുഴപ്പമില്ല. ചെറിയൊരു പ്ലാനിൽ ചേഞ്ച് ഉണ്ട്. നമ്മൾ ഉച്ചയ്ക്ക് നല്ല ഹെവി ആയിട്ട് കഴിച്ചുകൊണ്ട് രാത്രിയില്ലേ ലൈറ്റായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മളത് സുപ്രഭാതം വെജ് റെസ്റ്റോറൻ്റാണ് ഇവിടുത്തെ. ഒരു 4.5 റേറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉള്ള നല്ല അടിപൊളി റെസ്റ്റോറൻറ്റാണ് സുപ്രഭാത് ബീച്ചിൻ്റെ അടുത്ത്. സോ നമ്മളത് അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാർ നമ്മൾ വെച്ചത് അപ്പുറത്താണ്. കാരണം ഇവിടുത്തെ പാർക്കിംഗ് സ്ലോട്ടിൽ മിക്കവാറും പാർക്കിംഗ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, മിക്കവാറും ഫുള്ളായിരിക്കും.
അതുകൊണ്ട് നമ്മളത് സുപ്രഭാതത്തിൽ എത്തുന്നു. അപ്പം കുറേ കാലമായില്ല ഒരു വെജ്, നല്ല പ്യുവർ വെജ് അടിച്ചിട്ട്. പിന്നെ അങ്ങോട്ടേക്ക് പതുക്കെ പോവാം. എത്തി ഞങ്ങൾക്ക് കാണിച്ചു തരാം. അവരവിടെ എത്തി. നമ്മളത് സുപ്രഭാതം. നമുക്ക് കുറച്ച് ആൾക്കാരുള്ളതുകൊണ്ട് സീറ്റ് കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ആക്കണം. അപ്പോൾ ഇവരാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓർഡർ ചെയ്ത് ഇവിടെ കുറച്ച് സംഭവങ്ങളുണ്ട്. സോ നമ്മളിപ്പോൾ ഓർഡർ ചെയ്തത് ഒരു ദോശ, നെയ്റോസ്റ്റ്, പിന്നെ ചോല ഭട്ടൂറ, മഷ്റൂം ദോശ, പിന്നെ ചീസ് ആൻഡ് ബട്ടർ ദോശ, സ്പൈസി ഗാർലിക് ദോശ, ഒരു ഫ്രൈഡ് റൈസ്, ഗീ റോസ്റ്റ്, ഒരു 6 കോഫി. ഇനി ഇതൊക്കെ വരണം. അതിനുള്ള വെയിറ്റ് നമ്മളെല്ലാവരും. അടിപൊളി പെയിൻറ്റിങ് ഉണ്ട് ഗൈസ് ഇവിടെ. അടിപൊളി പെയിൻറ്റിങ് ആണ്. पनीर बटर मसाला, चीज़ पनीर, ചോള ഭട്ടൂര ചെയ്തല്ലോ നീ. ചീസ് പനീർ എടുക്കുക, അത് കഴിച്ചോളൂ. ഇതൊരു അടിപൊളി വെറൈറ്റി ഐറ്റമാണ് തോന്നുന്നത്. ചീസ് ഇത്രയും വലിയ ഭട്ടൂറ റൈസ്. അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് ഭട്ടൂരയ്ക്ക്. ഇത് ഫ്രൈഡ് റൈസ് അടിപൊളി. അടിപൊളി. ഇതോ ബാറായിട്ട് അവിടെ കണ്ടുണ്ട്. ഓൾറെഡി ഉള്ളിവടുണ്ട്. ഇതൊക്കെ കഴിച്ചിട്ട് അങ്കിതുവിന് അതൊന്നും ആയില്ലാന്ന്. അങ്ങനെ അവളെ വാശി പിടിച്ചിട്ട് അവൾ പറഞ്ഞ ഡിഷ് അവിടെ ആ ചേട്ടൻ കൂടിക്കൊണ്ടേയിരിക്കുന്നു. ഇതെന്താണെന്ന് ഞാൻ പറയണ്ടല്ലോ, നിങ്ങൾക്കറിയാലോ. എന്നിരുന്നാലും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഗൈസ്. ഉഷാറായിട്ട് തന്നെയായിരുന്നു.
എരുവാ അധികമായി പോയോ? പുളി അധികം അധികമായി പോയിണ്ടാവും അല്ലേ ഫ്ലേവർ?